മുഖ്യമന്ത്രി കസേര തെറിച്ചിട്ടും ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അതിൽ നിന്നും പുറത്തു കടക്കാൻ ഇന്നും മമതാ ബാനർജിക്ക് കഴിഞ്ഞിട്ടില്ല. പശ്ചിമ ബംഗാളിൽ രാഷ്ട്രീയ ചർച്ചകൾ തീപിടിച്ച് നടക്കുന്നതിനിടയിൽ പുതിയൊരു നീക്കമാണിപ്പോൾ മമതയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇതാകട്ടെ വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തുന്നതും. തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്തെ തകർക്കാനാകാത്ത വിശ്വാസം. സുവേന്ദു അധികാരി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ തന്നെ മമതാ ബാനർജി തന്റെ എക്സ് ബയോ തിരുത്തിയിരിക്കുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായി ഇവിടെ എടുത്തു പറയേണ്ടത് മുൻ മുഖ്യമന്ത്രി എന്ന വാക്ക് അവിടെ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു എന്നതാണ്. പകരം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി 15, 16, 17 വിധാൻസഭ എന്നാണ് മമത ഇപ്പോൾ ബയോയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1997 കോൺഗ്രസിൽ നിന്ന് വേർപിരിഞ്ഞ് അവിടെ നിന്നും രൂപീകരിച്ച തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാപക ചെയർപേഴ്സൺ എന്ന പരാമർശവും ബയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ രാഷ്ട്രീയ മാറ്റങ്ങൾക്കിടയിലും തന്റെ രാഷ്ട്രീയ സ്വാധീനം അവസാനിച്ചിട്ടില്ല എന്ന ഒരു ശക്തമായ സന്ദേശമാണ് മമത ഇതിലൂടെ നൽകുന്നത് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തിയിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ അധികാരമേറ്റതിന് പിന്നാലെ തന്നെ, അതായത് മമതയുടെ ഈ ഒരു ഡിജിറ്റൽ നീക്കം BJP അധികാരത്തിൽ എത്തിയതിനു ശേഷം അതിന് പിന്നാലെയാണ് ഇപ്പോൾ മമതയുടെ ഈ ഒരു ഡിജിറ്റൽ നീക്കം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ പോലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. താൻ ഇപ്പോഴും ബംഗാളിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് സ്വയം അവകാശപ്പെടുന്നത് പോലെ തന്നെയാണ് മമത പെരുമാറുന്നതും. ഒരു മായാലോകത്ത് എന്ന പോലെ തന്നെ അവിടെ നിന്നുകൊണ്ടുള്ള പെരുമാറ്റ രീതിയാണ് ഇവിടെ മമത സ്വീകരിച്ചിരിക്കുന്നത്. 10 വർഷം താൻ കൈയടക്കി വെച്ചിരുന്ന അധികാരം കൈവിട്ടു പോകുന്നതിന്റെ അമർഷമാണ് ഈ പോസ്റ്റുകളിലൂടെ തന്നെ മമത തെളിയിക്കുന്നതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണി വരെ മമതയുടെ എക്സിലെ പ്രൊഫൈലിൽ അവരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി എന്നായിരുന്നു പരാമർശിച്ചിരുന്നത്. ബംഗാൾ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനേറ്റ കനത്ത പരാജയത്തിന് ശേഷം മമതാ ബാനർജി പരാജയം സമ്മതിക്കാൻ വിസമ്മതിക്കുകയാണ് ചെയ്തത്. മമത ഗവർണർക്ക് രാജി സമർപ്പിക്കുക പോലും ചെയ്തില്ല. മമത ഇതുവരെ തന്റെ എക്സ് പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യാൻ വിസമ്മതിച്ചത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തതാണ്. നിരവധി ഉപഭോക്താക്കൾ എക്സിനെ ടാഗ് ചെയ്യുകയും അതിന്റെ ഉടമയായ ഇലോൺ മസ്കിനെ പോലും മെൻഷൻ ചെയ്തുകൊണ്ട് അവരുടെ ബയോ മാറ്റാൻ ആവശ്യപ്പെടുകയുമാണ് ചെയ്തത്. ഒരു വിഭാഗം മമതയുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. മുൻ എന്ന ഭാഗം ചേർക്കുന്നതിന് പകരം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ തന്ത്രപരമായി തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ ഒരു രീതി തന്റെ ബയോയിൽ അത്തരമൊരു ചേഞ്ചാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ 34 വർഷത്തെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് 2011 അധികാരത്തിലെത്തിയ TMC നേതാവായ മമത മുൻപ് പരാജയം സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. ഈ ആഴ്ച ആദ്യം ഒരു പത്രസമ്മേളനത്തിൽ സംസാരിക്കവേ തന്നെ രാജി സമർപ്പിക്കാൻ രാജ്ഭവൻ സന്ദർശിക്കില്ല എന്ന് മമത ഉറപ്പിച്ചു പറഞ്ഞതാണ്. TMC തിരഞ്ഞെടുപ്പിൽ ധാർമ്മികമായി തന്നെ വിജയിച്ചുവെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും വോട്ടുകൾ കൊള്ളയടിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം പോലും മമത അവിടെ നടത്തിയിരുന്നു. ഞാൻ തോറ്റിരുന്നുവെങ്കിൽ ഞാൻ രാജിവെക്കുമായിരുന്നുവെന്നും സമ്മർദ്ദത്തിന് വഴങ്ങി ഞാൻ സ്ഥാനമൊഴിയുമെന്ന് ആരെങ്കിലും ഇവിടെ കരുതുന്നുണ്ടെങ്കിൽ അതിവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്നും ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടില്ല, ധാർമ്മികമായി ഞങ്ങൾ വിജയിച്ചു എന്നതായിരുന്നു മമത വിശദീകരണമായി തന്നെ നൽകിയത്. ഇതിനെല്ലാം ഒടുവിലാണിപ്പോൾ ഇത്തരത്തിൽ ബയോയിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി എന്ന ഒരു വാചകം ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ ബയോ തിരുത്തിയതായി തന്നെ ഇവിടെ വിലയിരുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.